ഓം ശരീരം സ്വരൂപം തഥാ വക്കളത്രം യശച്ചാരു ചിത്രം ധനം മേരുതുല്യം മനശ്ചേന ലഗ്നം ഗുരുരംഘ്രിപത്മേ തദക്കിം 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 തദക്കിം. സുന്ദരമായ ശരീരവും അതുപോലെ സുന്ദരിയായ പത്നിയും നല്ല യശസ്സും ഒപ്പം മഹാമേരുവോളം ധനവും തുടങ്ങിയ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടും ഒരാൾ തനിക്ക് ഈശ്വരാനുഗ്രഹത്താൽ ലഭിച്ച പൊരുളുകളിൽ തൃപ്തിയടഞ്ഞ് മനസ്സിനെ ഗുരുപാദാരവിന്ദങ്ങളിൽ ചേർത്ത് മുക്തിയടയാൻ പരിശ്രമിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ടും എന്ത് ഗുണം, എന്ത് ഫലം, എന്ത് ലാഭം, എന്ത് പ്രയോജനം? വേറൊരു വിധത്തിൽ ആചാര്യർ ലോകരോട് പറയുന്നത്, ലഭിച്ച പൊരുളുകളിൽ മനസ്സിനെ ശാന്തമാക്കി ഗുരുപാദാരവിന്ദങ്ങളിൽ ചേർത്ത് തന്റെ ജീവിത ലക്ഷ്യം അഥവാ ആത്മസാക്ഷാത്കാരത്തെ ഉണ്ടാക്കാൻ പ്രയോജനപ്പെടുത്തണമെന്നതാണ്. അല്ലാതെ ഇവിടെ മറ്റെന്തെങ്കിലും പടുത്തു തീർത്തുക എന്നത് ലക്ഷ്യമല്ല. ഓം തത്സത്ത്.